ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് കൊമേഴ്സ് ബിസിനസ് എൻവിറോൺമെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഫസ്റ്റ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എൻവിറോൺമെൻറ്റ്, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിറോൺമെൻറ്റ്, ഇൻട്രൊഡക്ഷൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ്, ട്രേഡ് തിയറീസ് ആൻഡ് സ്ട്രാറ്റജീസ് ആൻഡ് ഫൈനലി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്രയും 6 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അത്യാവശ്യം ഷോർട്ട് വീഡിയോ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഭയങ്കര സ്പീഡിലാണ് എന്താണ് മെയിൻ കോൺസെപ്റ്റ് അത് മാത്രമാണ് പറഞ്ഞു പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ബിസിനസ് എൻവിറോൺമെൻറ്റ്? നമുക്കറിയാം അല്ലേ, ഒരു ടോട്ടാലിറ്റി ഓഫ് ദി ഓൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ആണ് എന്തെന്ന് പറയുന്നത് ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഉണ്ടായിരിക്കാം? എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ടായിരിക്കാം. എക്സ്റ്റേണൽ ഫോഴ്സസ് അഫക്റ്റിംഗ് ദി ബിസിനസ്, എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണൽ പറഞ്ഞൊരു കമ്പനിക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷന് പുറത്ത് വരുന്ന ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ പറഞ്ഞാൽ വിത്തിൻ ഓർഗനൈസേഷനിൽ വരുന്ന ഫാക്ടേഴ്സാണ്. ഇനി ഇവരുടെ മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് എന്താണ്? ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എക്കണോമിക് സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ല ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് വളർത്തിയെടുക്കാനൊക്കെയാണ് ഈ ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റ് പ്രോപ്പറായിട്ട് ഇൻവോൾവ് ചെയ്ത് വരുന്നത്. ഇനി ഡയമെൻഷൻസ്, ഈ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, പെസ്റ്റ്ലി എന്ന് പറയും. പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ ആൻഡ് ലീഗൽ എൻവിറോൺമെൻറ്റ്. ഇത്രയാണ് ഡയമെൻഷൻസ്. ബിസിനസ് എൻവിറോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻസ് പറയുന്നത്. നമ്മളൊരു ക്വിക്ക് റിവിഷനാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ മുൻ ക്ലാസ്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഇനി അതിൽ ഫസ്റ്റ് വേണം ഇക്കണോമിക് എൻവിറോൺമെൻറ്റ്. ഇക്കണോമിക് എൻവിറോൺമെൻറ്റ് നമ്മൾ GDP, ഇക്കണോമിക് പോളിസീസ് ആണ്, ഇക്കണോമിക് സിസ്റ്റംസ് സ്ട്രക്ചേഴ്സൊക്കെയാണ് മെയിനായിട്ട് കൺവേ ചെയ്ത് പോകുന്നത്. GDPയുടെ ട്രെൻഡ്സ് ആൾ ഉണ്ടായിരിക്കാം, ഇൻഫ്ലേഷന്, ഇൻട്രസ്റ്റ് റേറ്റ് ആൾ, പിന്നെ ഗവൺമെൻറ് പോളിസിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഗവൺമെൻറ് പോളിസിയിൽ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും. അതിൽ ഫിസിക്കൽ പോളിസി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പൊതുകടം, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആൾ, ഡെപ്റ്റ്, അതിനൊക്കെ നമ്മൾ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നുണ്ടായിരിക്കും അല്ലേ. ഫിസിക്കൽ പോളിസിനെ പറയുന്ന വേറൊരു പേരാണെന്ന് പറയുന്നത് ബഡ്ജറ്ററി പോളിസി എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഇനി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? മണി വാല്യൂ അല്ലെങ്കിൽ മണി സപ്ലൈ ആൻഡ് ബാങ്ക് ക്രെഡിറ്റ് ഒരു കൺട്രിയിൽ എത്ര ഉണ്ട്, ഇതൊക്കെ മെയിനായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടായിരിക്കാം. ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇക്കണോമിക് സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യുക, അതേപോലെ നമ്മുടെ നാഷണൽ ഇൻകം ബിൽഡ് ചെയ്യുക എന്നൊക്കെയാണ് പ്രോപ്പറായിട്ട് വരുന്ന മെയിൻ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മെയിൻ എയിംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി എന്താണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവിറോൺമെൻറ്റ്? ജസ്റ്റ് പോയിന്റ്സുകൾ മാത്രം നോക്കുക. ഒരു രാജ്യത്തുള്ള പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റൂൾസ് ആണ് ഉണ്ടായിരിക്കാം, റെഗുലേറ്ററി ഫ്രെയിം വർക്കാണ് ഉണ്ടായിരിക്കാം, ദെൻ ടാക്സാക്ഷൻ്റെ പോളിസീസ് ആണ്, ട്രേഡ്, ലേബർ ലോസ് ആണ്, അതേപോലെ രാജ്യത്ത് നിലനിൽക്കുന്ന റൂൾസ് റെഗുലേഷൻസ് ഒക്കെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ ലീഗൽ എൻവിറോൺമെൻറ്റ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, റെഗുലേറ്ററി ഫ്രെയിം വർക്കാണ്, അതേപോലെ ടാക്സാഷൻ പോളിസിയാണ്, ട്രേഡ് ആൻഡ് ലേബർ ലോസ്. ഇത്രയും പോയിന്റ്സുള്ള ഓരോ പോയിന്റ്സ് നമുക്ക് എക്സാമിന് ഓപ്ഷൻസ് തിരിച്ചും മറിച്ചും ചോദിക്കുക. അപ്പം ഈ ഒരു PPTത്തെ ഓരോ പോയിന്റ്സാണ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇത് വെറും ബ്രീഫാണ്. ഇതിൻ്റെ വൈഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടൻ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സുകൾ ജസ്റ്റ് നിങ്ങൾ കീവേഡായിട്ട് ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിം വർക്കുകൾ, ടാക്സാഷനൊക്കെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവിറോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നമ്മൾ ക്ലാസ് കുറച്ചും കൂടി സ്പീഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി സോഷ്യോ കൾച്ചറൽ എൻവിറോൺമെൻറ്റ് ഉണ്ട്. സോഷ്യോ കൾച്ചറൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സൊസൈറ്റിയിൽ വരുന്ന കാര്യങ്ങൾ, സോഷ്യൽ വാല്യൂസ് ആണ്, സൊസൈറ്റീൻ്റെ ബിലീഫ്സ് ആണ്, നമ്മുടെ ഡെമോഗ്രഫിക്സ്, എഡ്യൂക്കേഷണൽ, ലൈഫ് സ്റ്റൈല്, ചേഞ്ചസ് ആണ്, ലിറ്ററസി റേറ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യോ കൾച്ചറൽ എൻവിറോൺമെൻറ്റിൽ വരുന്ന മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ടെക്നോളജിക്കലി പറഞ്ഞാൽ എന്താണ്? നമ്മുടെ AI, അതേപോലെ തന്നെ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, റിസർച്ച് ഡെവലപ്മെൻറ്റ് ആണ്, ഇന്നവേഷൻ, പ്രൊഡക്റ്റിൽ സർവീസിൽ വരുന്ന ഇന്നവേഷൻസ് ആണ്, പുതിയ AI ടൂൾസുകളൊക്കെയാണ് ടെക്നോളജിക്കൽ എൻവിറോൺമെൻറ്റിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ബിൻ്റെ ഡയമെൻഷൻസ് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ട ഒരു ഏരിയയാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് ബോർഡർ ട്രാൻസാക്ഷനാണ്. രണ്ട് കൺട്രീസാണ് മെയിനായിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ അതിർത്തികൾ തമ്മിലുള്ള ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ അക്രോസ് ദി ബോർഡേഴ്സ് ആണ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഒരിക്കലും മാറിപ്പോകരുത്. ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ടായിരിക്കാം. കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്? അക്രോസ് ദി ബോർഡേഴ്സ്. ടു കൺട്രീസാണ് മെയിനായിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിട്ടായിരിക്കുന്നു. ഡൊമസ്റ്റിക് കൺട്രിയും ഉണ്ടായിരിക്കാം. ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് ഡൊമസ്റ്റിക് കൺട്രിയും ഒരു ഇൻ്റർനാഷണൽ കൺട്രിയാണ് മെയിനായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ നോക്കി വെക്കണം. ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ ബിസിനസ് നമ്മുടെ ഡിഫറൻസുകൾ എപ്പോഴും അതിൻ്റെ ഓരോ പോയിൻറ്റ്സുകളും നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു മെയിൻ ഏരിയയാണ് കേട്ടോ. ദെൻ ഇനി തിയറീസ്. ഈ തിയറിയിൽ ഓരോ പ്രൊപ്പോണൻറ്റിനെയും നിങ്ങൾ മെയിനായിട്ട് നോക്കിക്കണം. 3 തിയറി ഉള്ളത്: ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ഹെക്സ്റ്റർ-ഹൊഹ്ലിൻ തിയറി. അല്ലെങ്കിൽ ഹെക്സ്റ്റർ-ഹൊഹ്ലിൻ തിയറി കൊണ്ടുവന്ന ആൾ ഹെക്സ്റ്റർ അല്ലെങ്കിൽ ഹൊഹ്ലിൻ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ്. കമ്പാരിറ്റീവ് തിയറി കൊണ്ടുവന്ന ആൾ ഡേവിഡ് റിക്കാർഡോ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി കൊണ്ടുവന്ന ആളെയാണ്. ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി കൊണ്ടുവന്ന ആഡം സ്മിത്ത് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൊണ്ടുവന്ന വെച്ച ആളാരാണ്? ആഡം സ്മിത്ത്. അപ്പോൾ ആഡം സ്മിത്ത് ആണ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൊണ്ടുവന്നത്. കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് കൊണ്ടുവന്ന ആരാണ്? ഡേവിഡ് റിക്കാർഡോ. അപ്പോൾ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ്, ഹെക്സ്റ്റർ-ഹൊഹ്ലിൻ എന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. ഇനി മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ്. നമുക്ക് എങ്ങനെ ഒരു മോഡ്സ് ഉണ്ടാക്കിയെടുക്കാം? ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് നമ്മൾ എങ്ങനെയാണ് കടക്കുക? നമുക്ക് എക്സ്പോർട്ടിങ് മുഖേന കടക്കാം അല്ലേ? അതായത് നമ്മുടെ രാജ്യത്തിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് മറ്റുള്ള കൺട്രിക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ബിസിനസ് അവിടെ ഫോം ചെയ്യുന്നുണ്ടായിരിക്കണമെങ്കിൽ ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ഇപ്പോൾ KFC, മെക്ഡൊണാൾഡിൻ്റെ KFC അതൊക്കെ പോലത്തെ നമുക്ക് ഫ്രാഞ്ചൈസീസ് അവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരും. പിന്നെ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ടായിരിക്കാം. വോളി ഓൺഡ് സബ്സിഡറീസ് മുഖേനയൊക്കെ നമുക്കൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യാനുള്ളൊരു ഫോമാണ്. അപ്പോൾ എക്സ്പോർട്ടിങ്, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ഇതൊന്നും മറക്കാത്ത പോയിൻറ്റ്സുകൾ നോക്കി വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരുപാട് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേട്ടോ. അവർ വന്ന വർഷങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുകൾ, IMF, വേൾഡ് ബാങ്ക്, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൽ IMF-ഉം വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ വുഡ് തിങ്സ് എന്ന് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോഴും ചോദിക്കുന്നത് ബ്രിട്ടൻ വുഡ് തിങ്സ് എന്താണുള്ളത്. പിന്നെ ഇൻ്റർനാഷണൽ ബിസിനസ് ചലഞ്ചസ് ആണ്. പൊളിറ്റിക്കൽ റിസ്ക്, കറൻസിയിൽ വരുന്ന കാര്യങ്ങൾ, ലൊക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ, പിന്നെ കൾച്ചറിൽ വരുന്ന ബാരിയേഴ്സുകളൊക്കെ നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ബാരിയറായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഇത് കൂടാതെ ഇപ്പോൾ വന്ന കുറച്ച് ട്രെൻഡ്സുകളുണ്ട്. കൊമേഴ്സ് ഉണ്ടായിരിക്കാം. അതേപോലെ ഗ്ലോബലൈസേഷന്, സസ്റ്റൈനബിൾ ബിസിനസ് പ്രാക്ടീസസ് ഉണ്ടായിട്ടായിരുന്നു. അതേപോലെ ഗ്രീൻ ഗവേണൻസ് ഗ്രീൻ മാർക്കറ്റിംഗ്, ഇതൊക്കെ ഇതിൽ വരുന്ന മെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ പഠിച്ചതിൻ്റെ എല്ലാം ഒരു കീ സമ്മറൈസേഷൻ. നമ്മൾ ഇപ്പോൾ ബീനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേറെ ഡിസ്ക്രിപ്ഷനായിരുന്നു IB, ഇൻ്റർനാഷണൽ ബിസിനസ്. ഇത് വെറും ഷോർട്ട് വീഡിയോ ആണ്. നമുക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ബേസിക് വീഡിയോ ആണ്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീഡിയോ ടാറ്റ ബൈ, സീ യു.